ഫയർമാന്റെ വിജയം താങ്കൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? പ്രേക്ഷകർക്ക്. സാധാരണ യൂഷ്വൽ സിനിമാറ്റിക് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഒരു സിനിമ ഇതുവരെ താങ്കൾ ചെയ്ത സിനിമയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു? വെല്ലുവിളി എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സിനിമകൾ ചൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് മലയാളത്തിൽ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ഈ സബ്ജക്ട് പോയി പറഞ്ഞപ്പോൾ പലരും ഹലോ ഇതിൽ കോമഡി ഇല്ല അല്ലെങ്കിൽ സോങ് ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും എന്നോട് പ്രതികരിച്ചു. അപ്പൊ അങ്ങനെ കുറെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലുത്. അത് ശ്രീ നിരഞ്ജലിയിൽ ആ സമയത്ത് തയ്യാറായി വന്നത് തന്നെയാണ് ഈ സിനിമ സാക്ഷാത്കരിക്കാനുണ്ടായ ഏറ്റവും വലിയ ഒരു ഘടകം. കേരളത്തിൽ നടന്ന വലിയ രണ്ട് ഗ്യാസ് ടാങ്കർ എന്ന് പറഞ്ഞുള്ള രണ്ട് ദുരന്തങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സംഭവം ഈ ഒരു ചിത്രത്തിന് പ്രചോദനമായിട്ടുണ്ടോ? പ്രചോദനമായി മാത്രമല്ല, ഇതിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഇതിന്റെ അപകടത്തിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഇന്ന് നടന്ന സംഭവം പറയാം. ഇന്ന് പാലക്കാട് ഒരിടത്തൊരു ടാങ്കർ മറിഞ്ഞു. ഗ്യാസ് ഷോർട്ടേജൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയുള്ള പൊതുജനങ്ങൾ സിനിമ എനിക്ക് വാട്സപ്പ് ചെയ്തതിന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഇതിപ്പം മൊബൈൽ ഓൺ ചെയ്യാൻ പാടില്ല, എത്രയും പേര് മാറി നിൽക്കണം, കടകൾ ഒഴിക്കണം, അവര് ബോധവാന്മാരായി എന്നുള്ളത് വലിയൊരു ഫാക്ടർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഈ സിനിമ വഴി സംഭവിച്ചു. ഇന്ന് സംഭവിച്ചൊരു സംഭവമാണ്. അത് തന്നെ ഇതിന്റെ എന്താ പറയാ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. സിനിമ ജനം ഏറ്റെടുത്തതിന് ശേഷം ചിത്രത്തിലെ നായകനായ മമ്മൂക്കയുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു താങ്കളോട്? സാർ, ഇതൊരു ഹിറ്റായി, ഇനി ഒരു സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് താങ്കളുടെ ജോലി കൂടിയാണ് എന്ന് പറഞ്ഞു. ഈ ചിത്രത്തിന് വേണ്ടി ഒരിക്കൽ ഗ്രാഫിക്സിൽ തികച്ചും പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചുവോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഈ തീ മുഴുവൻ ഗ്രാഫിക്സ് ആണെന്ന് പല തെറ്റിദ്ധാരണകളുണ്ട്. അതാണ് എനിക്ക് തീർത്തേണ്ടത്. തീ ശരിക്കും ഗ്രാഫിക്സ് കുറച്ച് മാത്രം 10% ഉള്ളൂ. ബാക്കി 90% ശരിക്കുള്ള തീയിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ആ തിരിച്ചറിവ് ഓഡിയൻസിന് കിട്ടാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ അപ്പം അതൊരു കളറിങ്ങിന്റെ മിസ്റ്റേക്കിന് അവര് ഇനി ഗ്രാഫിക്സിന്റെ ആണോന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഇത് 90% തീയിൽ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്നെ പേഴ്സണലി ഞാൻ ഗ്രാഫിക്സിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഈ ലെവലിൽ മലയാള സിനിമയിൽ വളരെ കുറവാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്. പിന്നെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് പരിമിതികളാണ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത സിനിമ പുറത്തിറക്കുന്ന സമയം, ഇതെല്ലാം ഇതിൽ ബാധകമാണ്. ഫയർമാൻ എന്ന ഈ ക്യാരക്ടറിലേക്ക് മമ്മൂക്ക ലീഡ് റോളിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു മമ്മൂക്ക ഇതിലേക്ക് തിരഞ്ഞെടുക്കാനുണ്ടായ കാര്യം? ഈ സിനിമ കണ്ടുവരുന്നവർക്ക് ഇതിനൊരു എതിരഭിപ്രായം ഉണ്ടാവില്ല. കാരണം മമ്മൂക്ക അല്ലാതെ ആരും ഇത് ചെയ്തിരുന്നാലും ഇത് ഈ ഒരു വിജയത്തിലേക്ക് എത്തത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. സംവിധാനമുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും ഇത് മുന്നിലേക്ക് എത്തിക്കുന്നത് ആ ഒരു താരം അത്ര പ്രോമിനന്റും ജനങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കണം, അത് വിശ്വസിക്കണം. അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഒരു നാടൻ തന്നെ ചെയ്യണം. അപ്പോൾ മമ്മൂക്കല്ല മലയാളത്തിൽ ആരാളുള്ളത്. എന്താണ് പുതിയ പ്രോജക്ട് ഇതിന് ശേഷം വരാൻ പോകുന്നത്? അതിനെ കുറിച്ച് വല്ലതും പറയാറായോ? എപ്പോഴും ഒരു അൺഎക്സ്പെക്ടഡ് ആയുള്ള ഒരു വിജയം നമ്മളെ 2 പ്രാവശ്യം ചിന്തിപ്പിക്കും. വീണ്ടും പ്രേക്ഷകർ നമ്മളോട് ഞാൻ പറയത്തില്ല, വളരെ മനസ്സ് തോന്നുന്നു ഞാൻ പറയാണ്. എന്റെ മുൻ സിനിമകളിൽ കുറെ ക്രിറ്റിസിസങ്ങൾ എത്തിയിട്ടുണ്ട്, വിമർശനങ്ങളും പരാതികളും ഒക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലൊരു സിനിമ കൊടുത്തപ്പോൾ രണ്ടുപേരും നീട്ടി അവർ സ്വീകരിക്കുകയും നല്ല വിമർശനങ്ങൾ തരികയും ചെയ്തു. അപ്പോൾ ഇനി ഞാൻ അവരോട് കമ്മിറ്റഡ് ആണ്. ഇനി പ്രേക്ഷകർക്ക് ഞാൻ കൊടുക്കുന്നത് ഇതിന്റെ ഇപ്പോഴുള്ളത് ചോർന്നു പോകാത്തൊരു നല്ല സിനിമ തന്നെ കൊടുക്കണമെന്നുള്ള ചിന്ത ഈ വിജയം മോഹൻ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഇനിയും പണ്ട് കളിച്ച സിനിമയല്ല, സൂക്ഷിച്ചും കണ്ടും നല്ല സമയമെടുത്തും ഇതിനെ ഒരു സീരിയസ് അപ്രോച്ചിൽ തന്നെ സിനിമ ചെയ്യണമെന്നുള്ളതാണ് ഇനിയുള്ള. അതുകൊണ്ട് ആ ആലോചനകളിൽ കുറെ പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിലും ആ ആലോചനകളിലേക്കാണ് ഞാൻ ഇരിക്കുന്നത്. ഫഹദിനെ നായകനാക്കി താങ്കൾ ഒരു ചിത്രം ഒരുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഫഹദിനെ വെച്ച് ഞാൻ ആ സിനിമ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് സ്പെസിഫിക് ആക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ആസ്പെക്റ്റും കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരുമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ വർഷം തന്നെ പുതിയ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുക? ശരിക്കും ടെക്നിക്കലി അടുത്ത ഫഹദിന്റെ പ്രോജക്റ്റാണ് ഞാൻ ചെയ്യാനുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അത് മാർച്ചിൽ ഷൂട്ടിംഗ് തുടങ്ങേണ്ടതാണ്. അതിപ്പോ ഒന്ന് ഏപ്രിലിലേക്കൊന്ന് നീങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വരുന്നത് പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ കറക്റ്റ് തീരുമാനം എടുക്കത്തുള്ളൂ.